കായംകുളം എരുവകിഴക്ക് തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മഹാഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു. ഇതിനു മുന്നോടിയായി ഹരിനാമ കീർത്തനം, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമം, ഭാഗവത പാരായണം എന്നിവ നടന്നു. താലപ്പൊലി, മുത്തുകുട, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി കോട്ടാൽ ക്ഷേത്രത്തിൽ നിന്നും രുക്മിണി സ്വയംവര ഘോഷയാത്ര യജ്ഞശാലയിലേക്ക് ആനയിച്ചു. തുടർന്ന് പ്രഭാഷണം, സ്വയംവര സന്ധ്യ, സർവൈശ്വര്യ പൂജ, ദീപാരാധന, ദീപക്കാഴ്ച, പ്രഭാഷണം എന്നിവ നടന്നു. വിവാഹം അല്ലെങ്കിൽ സ്വയംവരം എന്ന് ഭാഗവതം നമുക്ക് ഉപദേശം തരുന്നത് കേട്ടു. എങ്ങനെയാണ്? ജീവബ്രഹ്മ ഐക്യമാണ് രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞു. പരിശുദ്ധമായിരിക്കുന്ന ജീവാത്മാവിനെ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ സ്വയംവരിക്കുന്നു എന്നാണ് നമ്മൾ കേട്ടത്. അങ്ങനെയല്ലേ കേട്ടതോ? അതാണ് ഭാഗവതത്തിലെ വിഷയം. അപ്പോൾ ഒരു ജീവൻ പരിശുദ്ധമാകുന്നത് എപ്രകാരമാണ് എന്ന് ഒന്നാമത്തെ ദിവസം മുതൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവാത്മാവ് ഒന്നാമത്തെ ദിവസം എന്ത് ചെയ്തു? യജ്ഞവരാഗ സ്വരൂപത്തിൽ അവതരിച്ച ഭഗവാനെ ആശ്രയിക്കുന്നു. ജീവൻ ആദ്യം ഭഗവാനെ വരിച്ചു. പക്ഷെ ഭഗവാൻ നമ്മളെ വരിച്ചില്ല. അതെന്താ? ജീവന്റെ ഉള്ളിലെ മാലിന്യങ്ങളെ മോചിപ്പിക്കുവാൻ ശേഷമുള്ള നിരവധിയായിരിക്കുന്ന കർമ്മങ്ങളിലൂടെ ദിവ്യനായിരിക്കുന്ന ഭഗവാൻ നമ്മളെ പരിശുദ്ധരാക്കുന്നു, ശുദ്ധമാക്കുന്നു. ജീവന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞാനെന്ന അഹങ്കാരം ഉണ്ടായിരുന്നു അല്ലേ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യാദികളായിരിക്കുന്ന മാലിന്യങ്ങളെ ഭഗവാൻ നരസിംഹരൂപത്തിൽ അവതരിച്ച് മോചിപ്പിച്ചു. മൂന്നാമത്തെ ദിവസമായപ്പോൾ നമ്മൾ എന്ത് കേട്ടു? ഭഗവാൻ മധുരയാകുന്ന മനസ്സിൽ അവതരിക്കുന്നു. ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ചിട്ടാണ് നമ്മളെ വീണ്ടും അഹങ്കാരത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും മുക്തരാക്കി. അഞ്ചാം ദിവസമാകുമ്പോൾ അത് ചെയ്യാം. പരമാത്മാവ് ജീവാത്മാവിനെ സ്വയം വരിക്കുന്നു. ജീവാത്മാവ് അത്രയ്ക്ക് പരിശുദ്ധമാകുമ്പോഴാണ് ഇവിടെ എത്തുക? പരമാത്മാവിന് സ്വയം വരിക്കപ്പെടുക. ഇങ്ങനെയുള്ള ജീവബ്രഹ്മ ഐക്യതത്വമാണ് ദിവ്യമായ രുക്മിണി സ്വയംവരം. നമ്മൾ കേട്ടത് എങ്ങനെയാ? ജരാസന്ധൻ എന്ന ദേഹാഭിമാനം നശിക്കണം, കംസൻ എന്ന രജോ ഗുണം നശിക്കണം, ശിശുപാലൻ എന്ന അർത്ഥധാരപുത്രേഷണങ്ങൾ നശിക്കണം. ഈ തത്വങ്ങൾ അല്ലെങ്കിൽ ആ ദോഷങ്ങളായിരിക്കുന്ന സംസ്കാരങ്ങൾ നമ്മളിൽ നിന്നും അകലുമ്പോൾ മാത്രമാണ് എവിടെ എത്തുക? നമ്മൾ പരമാത്മാവിൽ എത്തുക, അല്ലെങ്കിൽ പരമാത്മാ സ്വയം നമ്മൾ വരിക്കപ്പെടുക. ഇങ്ങനെയുള്ളൊരു മഹാസന്ദേശമാണ് രുക്മിണി സ്വയംവരം. കാലികമായിട്ട് നമ്മൾ എങ്ങനെ വേണം വിചാരിക്കാൻ? ദിവ്യമായിട്ടുള്ള സ്വയംവരത്തെ സ്വയംവരം ഒരു മഹായജ്ഞമായിട്ട്. ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ രാധേശ്യാം മധു മുണ്ടക്കയം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. CDNet ന്യൂസ്, കായംകുളം.